ഈ ശരീരത്തിന് എത്ര വയസ്സായിരിക്കണം? 66. നിങ്ങൾ ശരീരത്തിന് ആരോഗ്യമുള്ളിടത്തോളം കാലം കഴിയുന്ന പോലെ ജോലി ചെയ്തേ പറ്റും. നമ്മൾ ദൈവത്തിലേക്കാണെങ്കിലും ആത്മീയതയിൽ ദൈവത്തിലേക്കും പോവുകയാണെങ്കിലും പലവരും ദൈവത്തിന് വേണ്ടി ദൈവത്തിലും ഒഴികെ ചിന്തയിലും ദിക്റുകൾ, മുസ്ലിമുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ സലാത്ത് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാരത ദർശകരാണെങ്കിൽ രാമ 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 കൃഷ്ണ 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 ഇതുപോലെ നാമജപങ്ങളുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. ദൈവചിന്തയിൽ നിങ്ങൾ മുഴുകിയിരിക്കുന്നു. പക്ഷെ ദൈവത്തെ കാണാനോ നിങ്ങൾ ദൈവമാണെന്ന് അറിഞ്ഞ് ദൈവികമായി തീരാനോ നിങ്ങൾ കഴിയില്ല. കാരണം എന്തിനാണ് രാമ രാമ കൃഷ്ണ കൃഷ്ണ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയുന്നത്? ദൈവത്തെയാണ് നിങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെയാണ്. ആ രാമനും കൃഷ്ണനും മുഹമ്മദും നിങ്ങൾ തന്നെയാണ് എന്നറിയുന്നില്ല. നിങ്ങൾ ലാ ഇലാഹ എന്ന് പറഞ്ഞ ഇല്ലല്ല നിങ്ങളാണ്. എൻ്റെ മുഹമ്മദ് റസൂലുള്ളാഹ് ബീജാന്തരങ്ങളുടെ ജന്മാന്തരങ്ങളിൽ വെളിവായിരിക്കുന്ന എല്ലാ കാലവും ഇരിക്കുന്ന, മരിച്ചു പോകുന്നതല്ല, മറിഞ്ഞു പോകുന്നതല്ല. കൃഷ്ണനും രാമനും മുഹമ്മദും യേശു മരിച്ചിട്ടില്ല. കാരണം ശരീരമാണ് കേടുവന്നിട്ട് ഉപേക്ഷിക്കുന്നത്. ഇതിലെ സൃഷ്ടാവായ പരമാത്മാവാണ് ഇതിനെയെല്ലാം സൃഷ്ടിച്ചതും ഈ ശ്വസനത്തിലൂടെ ഇതിൽ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്നതും പരമാത്മാവായ ഈശ്വരനാണ്, അള്ളാഹുവാണ്. അവന് മരണമില്ല. അവനാണ് കൃഷ്ണനിലൂടെയും രാമനിലൂടെയും ബുദ്ധനിലൂടെയും യേശുവിലൂടെയും മുഹമ്മദിലൂടെയും മൊയ്യത്തിലൂടെയും എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്നത് പരമാത്മാവായ ഈശ്വരനാണ്. അപ്പൊ കൃഷ്ണനും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃഷ്ണനും രാമനും യേശുവും മുഹമ്മദും ആ മൊയ്യത്തിനും ഞാൻ തന്നെയാണ്, ഞാനും നിങ്ങളും തന്നെയാണ്. അല്ല, നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് അതിലൂടെ മനസ്സിനെ അതിലൂടെ സഞ്ചരിപ്പിച്ച് അതെല്ലാം നിങ്ങൾ തന്നെയാണെന്നുള്ള തലത്തിലേക്ക് ഉയർന്ന നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു ചേർന്ന് ദൈവികമായി. അപ്പൊ കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും മുഹമ്മദും ഞാനും നിങ്ങൾ തന്നെയാണ്, വേറെ ആളല്ല. മുഹമ്മദ് മരിച്ചു പോയിട്ടില്ല, കൃഷ്ണനും മറിഞ്ഞു പോയിട്ടില്ല, രാമനും പോയിട്ടില്ല, യേശുവും പോയിട്ടില്ല. അതിലൂടെ ആ സ്വരൂപത്തിലൂടെ എല്ലാം നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്നത് പരമാത്മാവായ ഈശ്വരനാണ്. അവനാണ് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പ്രവർത്തിക്കുന്നു. അവൻ തന്നെയാണ്, അവരെല്ലാവരും തന്നെയാണ് എന്നിലും നിങ്ങളിലും ഉള്ളത്. അതാണ് ഈശ്വരനിലേക്ക് അടുത്ത് ചേരല്.